മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലിയുടെ ആരോഗ്യനില ഇപ്പോഴും മോശമായി തുടരുകയാണ്. താനയിലെ ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം കഴിഞ്ഞ 18 മാസങ്ങളായി അദ്ദേഹം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. നിലവിൽ ആരോഗ്യം കൂടുതൽ വഷളായിട്ടില്ലെങ്കിലും അദ്ദേഹം ഇപ്പോഴും അപകട സാധ്യതയിൽ തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും മുൻ ഫസ്റ്റ് ക്ലാസ് അമ്പയറുമായ മാർക്കസ് ഔട്ടോ പറയും. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചത് കാരണം കാംബ്ലിക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഓർമ്മയിലുള്ള പലതും പെട്ടെന്ന് മറന്നുപോകുന്ന അവസ്ഥയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചു. എന്നാൽ പുക വലിക്കുന്നത് അദ്ദേഹത്തിന് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കാംബ്ലിയുടെ ആരോഗ്യനില മോശമായപ്പോൾ സുനിൽ ഗവാസ്കർ, കപിൽ ദേവ് തുടങ്ങിയ സീനിയർ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. 1983 ലോകകപ്പ് വിജയികളായ ഇന്ത്യൻ ടീമിലെ അംഗങ്ങൾ അദ്ദേഹത്തിനായി ഒരു രോഗമുക്തി പദ്ധതി രൂപീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഇങ്ങനെയൊന്നും തീരേണ്ട ഒന്നായിരുന്നില്ല കാംബ്ലിയുടെ ക്രിക്കറ്റ് ജീവിതം. തന്റെ 21-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തി 23-ാം വയസ്സിൽ അവസാന ടെസ്റ്റ് കളിച്ച താരമാണ് കാംബ്ലി. അരങ്ങേറി 3ാമത്തെ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി, 4ാം ടെസ്റ്റിലും ഡബിൾ സെഞ്ചുറി. പിന്നീട് നടന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ 2 സെഞ്ചുറികൾ. ആദ്യ 7 ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ വിനോദ് കാംബ്ലി എന്ന 21 വയസ്സുകാരന്റെ ബാറ്റിംഗ് ശരാശരി 113.28 റൺസായിരുന്നു. അങ്ങനെയുള്ള ഒരു താരത്തിനാണ് വെറും 17 ടെസ്റ്റുകൾ കൊണ്ട് തന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നത്. കാംബ്ലി ഇന്ത്യക്കായി അരങ്ങേറുമ്പോൾ വാർത്തകളിൽ പറഞ്ഞിരുന്നത് സച്ചിനേക്കാൾ കേമൻ എന്നും ബ്രയാൻ ലാറയെ അനുസ്മരിപ്പിക്കുന്ന ബാറ്റിംഗ് ശൈലി എന്നും. വിനോദ് ഗണപത് കാംബ്ലി എന്ന മുംബൈക്കാരൻ പ്രതിഭകളുടെ ധാരാളിത്തമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ വെറും 2 വർഷം മാത്രമാണ് ടീമിലുണ്ടായിരുന്നത്. എന്നാൽ ടെസ്റ്റ് ബാറ്റിംഗ് ആവറേജിൽ മുന്നിൽ നിൽക്കുന്നത് കാംബ്ലിയാണ്. വെറും 2 വർഷം മാത്രം നീണ്ടുനിന്ന കരിയറിൽ കാംബ്ലിയുടെ ബാറ്റിംഗ് ആവറേജ് 54.20 ഇന്ത്യയിൽ എക്കാലത്തെയും മികച്ച താരങ്ങളായ സച്ചിനും ദ്രാവിഡിനും മുകളിലാണ് കാംബ്ലി. 96-ലെ ഇന്ത്യയുടെ ലോകകപ്പ് സെമിഫൈനൽ ആരും മറക്കാനിടയില്ല. തിങ്ങി നിറഞ്ഞ ഈഡൻ ഗാർഡൻസിൽ സെമിയിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യയുടെ മുന്നിലേക്ക് ശ്രീലങ്ക വെച്ചത് 252 റൺസിന്റെ വിജയലക്ഷ്യം. 97-ന് 1 വിക്കറ്റ് എന്ന ശക്തമായ നിലയിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് ആ കൂട്ടത്തകർച്ച ആരംഭിക്കുന്നത്. സ്വന്തം സ്കോർ 65-ൽ നിൽക്കുമ്പോൾ സച്ചിൻ പുറത്താകും. സച്ചിന്റെ വിക്കറ്റ് വീണതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു ഘോഷയാത്രയായിരുന്നു. 97-ന് 1 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് 120-ന് 8 എന്ന സ്കോറിലേക്ക് ഇന്ത്യ വീണു. അവസാന പ്രതീക്ഷയായി 10 റൺസോടെ വിനോദ് കാംബ്ലി അപ്പോഴും ക്രീസിലുണ്ടായിരുന്നു. കാംബ്ലി കൂടി പുറത്തായാൽ എല്ലാം അവസാനിച്ചു. എന്നാൽ സങ്കടവും അമർഷവും അണവൊട്ടിയ ഇന്ത്യൻ ആരാധകർ രോഷാകുലരായി. കാണികൾ ഗ്രൗണ്ടിലേക്ക് കുപ്പികൾ വലിച്ചെറിയാൻ തുടങ്ങി. ഒടുക്കം സ്റ്റേഡിയത്തിൽ പലയിടത്തും തീയിട്ടു. അങ്ങനെ മത്സരം പൂർത്തിയാക്കാനാകാതെ അവസാനിപ്പിക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്നത് കണ്ട് പൊട്ടിക്കരയുന്ന കാംബ്ലിയുടെ മുഖം ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ഒരു നൊമ്പരമായിരുന്നു. ഒരു ലോകകപ്പ് കൈവിട്ടു പോകുന്നത് കാംബ്ലി അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു. ഒടുവിൽ മാച്ച് റഫറി ക്ലൈവ് ലോഡ് ശ്രീലങ്കയെ വിജയികളായി പ്രഖ്യാപിച്ചു. മത്സരം പൂർത്തിയാക്കാൻ കഴിയാതെ സെമിയിൽ ഇന്ത്യ പുറത്തായി. സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്ന കാംബ്ലിയുടെ മുഖമാണ് അപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞത്. അന്നു മുതൽ കാംബ്ലിയുടെ കരിയറും അവസാനിച്ചു തുടങ്ങി. പിന്നീട് കളിച്ച 35 മത്സരങ്ങളിൽ നിന്ന് കാംബ്ലിയുടെ ശരാശരി 19.31 മാത്രമായിരുന്നു. കാംബ്ലിക്ക് ചില ദൗർബല്യങ്ങളും ഉണ്ടായിരുന്നു. ഷോർട്ട് ബോളുകളെ നേരിടുന്നതിനുള്ള കാംബ്ലിയുടെ ദൗർബല്യം വിൻഡീസ് ടൂറിൽ വ്യക്തമായിരുന്നു. ഫുട്വർക്കിലെ പോരായ്മകളും കാംബ്ലിക്ക് വിനയായി മാറി. എന്നാൽ ബാറ്റിംഗിലെ ഈ പോരായ്മ മാത്രമായിരുന്നില്ല വിനോദ് കാംബ്ലിയുടെ പതനത്തിന് കാരണമായത്. ക്രിക്കറ്റ് ഗ്രൗണ്ടിന് പുറത്തെ നിയന്ത്രണം ഇല്ലാത്ത ജീവിതമാണ് കാംബ്ലിയെ തകർത്തത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ച താരപദവിയിൽ കാംബ്ലി മതിമറന്നു. നിശാ ക്ലബ്ബുകളും പാർട്ടികളും മദ്യാസക്തിയുമെല്ലാം അയാൾക്ക് പ്രശ്നമായി മാറി. 96 ലോകകപ്പിൽ ഇന്ത്യ ശ്രീലങ്കയോട് തോറ്റത് ഒത്തുകളിയാണെന്ന് പിന്നീട് ഒരിക്കൽ കാംബ്ലി ആരോപിച്ചിരുന്നു. സെമിയിൽ ടോസ് കിട്ടിയാൽ ആദ്യം ബാറ്റ് ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരുന്നതെന്നും പിന്നീട് ടോസ് നേടിയപ്പോൾ ഇന്ത്യ ഫീൽഡിംഗ് എടുത്തുവെന്നും അതിന്റെ പിന്നിൽ ഒത്തുകളി ഉണ്ടെന്നുമായിരുന്നു കാംബ്ലിയുടെ ആരോപണം. കാംബ്ലിയുടെ വെളിപ്പെടുത്തൽ അന്ന് ഒട്ടേറെ കോളിളക്കമുണ്ടാക്കി. പിന്നീട് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ BCCI തന്നെ നിരന്തരം അവഗണിച്ചിരുന്നതായും കാംബ്ലി പറഞ്ഞു. ഇതിലെല്ലാം കൂടുതലായി കാംബ്ലിയെ വിഷമിപ്പിച്ചിരുന്നത് ഉറ്റ സുഹൃത്തായ സച്ചിൻ മോശം കാലത്ത് തനിക്ക് ഒരു തരത്തിലും പിന്തുണ നൽകിയില്ല എന്നതാണ്. വിടവാങ്ങൽ ചടങ്ങിൽ തന്നെ ക്ഷണിച്ചിരുന്നില്ലെങ്കിലും അവന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ എന്നെപ്പറ്റി ഒരു വാക്കെങ്കിലും പറയുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും പറയാനുണ്ടായില്ലെങ്കിലും സ്കൂൾ ക്രിക്കറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് നേടിയ ആ ലോക റെക്കോർഡെങ്കിലും അവൻ സൂചിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതും ഉണ്ടായില്ല. പക്ഷേ ഞാൻ എവിടെയും എത്തിയില്ലെങ്കിലും എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ലോകത്തിന്റെ നെറുകയിൽ എത്തിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. സച്ചിന്റെ വിടവാങ്ങൽ സമയത്ത് കാംബ്ലി നടത്തിയ പ്രസ്താവനയാണത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അവഗണനയിൽ കാംബ്ലിക്ക് എത്രത്തോളം നിരാശ ഉണ്ടായിരുന്നു എന്നത്. എന്നാൽ സച്ചിന്റെ നേട്ടങ്ങളിലെല്ലാം കാംബ്ലി എന്നും അഭിമാനിച്ചിരുന്നു. ഞാൻ പടവുകൾ കയറി മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, സച്ചിനാകട്ടെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് കുതിച്ചു എന്നാണ് കാംബ്ലി സച്ചിനെ കുറിച്ച് പറയുന്നത്. സച്ചിൻ എന്ന ഇതിഹാസ താരത്തിന്റെ ആദ്യ ലോക റെക്കോർഡ് വിനോദ് കാംബ്ലിക്കൊപ്പമായിരുന്നു. അവരുടെ സൗഹൃദം തുടങ്ങിയതും ശാരദാശ്രമം സ്കൂളിൽ വെച്ചാണ്. 1988-ലെ ഹാരിസ് ഷീൽഡ് ട്രോഫിയുടെ സെമിഫൈനലിലായിരുന്നു ലോക ക്രിക്കറ്റിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ ആ റെക്കോർഡ് പിറക്കുന്നത്. അന്ന് ആസാദ് മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ 3ാം വിക്കറ്റിൽ
സച്ചിനും കാംബ്ലിയും ചേർന്ന് നേടിയത് 664 റൺസിന്റെ അഭേദ്യമായ കൂട്ടുകെട്ടാണ്. സച്ചിൻ 326 റൺസെടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ അതിലും മേലെയായി 349 റൺസോടെ ടോപ്പ് സ്കോററായി കാംബ്ലിയും പുറത്താകാതെ നിന്നിരുന്നു. ആ വർഷം തന്നെ സച്ചിൻ രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി അരങ്ങേറി. ഒരു വർഷം കൂടി കഴിഞ്ഞാണ് കാംബ്ലി രഞ്ജിയിൽ കളിക്കുന്നത്. നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തിയാണ് കാംബ്ലി തന്റെ വരവറിയിച്ചത്. സ്വപ്നതുല്യമായിരുന്നു വിനോദ് കാംബ്ലി എന്ന ക്രിക്കറ്ററുടെ തുടക്കം. അർഹിച്ച അംഗീകാരം പോലെ 91-ൽ ഇന്ത്യൻ ഏകദിന സ്ക്വാഡിലേക്കും 93-ൽ ടെസ്റ്റ് ടീമിലേക്കും കാംബ്ലിയെ വിളിച്ചു. കരിയറിലെ തന്റെ മൂന്നാമത്തെ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 224 റൺസ് നേടിയ കാംബ്ലി 4ാം ടെസ്റ്റിൽ സിംബാബ്വെക്കെതിരെ 227 റൺസും അടിച്ചു. അതോടെ ക്രിക്കറ്റ് ലോകം ഞെട്ടി. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ വണ്ടർ ബോയിയെ കുറിച്ചായി പിന്നീട് ചർച്ചകൾ. പിന്നീട് ലങ്കൻ ടൂറിൽ 2 സെഞ്ചുറി കൂടി കാംബ്ലി നേടി. സച്ചിനേക്കാൾ മുകളിൽ തന്നെയാണ് കാംബ്ലിയുടെ പ്രതിഭയെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ അന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് എപ്പോഴോ വിനോദ് കാംബ്ലിക്ക് തന്റെ പ്രതിഭ നഷ്ടമായി. അയാൾ ടീമിൽ നിന്ന് പുറത്തായി. നേരത്തെ പറഞ്ഞ പോലെ 96-ലെ ലോകകപ്പിന് ശേഷമാണ് കാംബ്ലിയുടെ കരിയർ അസ്തമിച്ചു തുടങ്ങിയത്. അപ്പോഴേക്കും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, VVS ലക്ഷ്മൺ തുടങ്ങിയ പ്രതിഭാശാലികളുടെ വരവുണ്ടായി. 96 ലോകകപ്പിന് ശേഷം ഗാംഗുലി എന്ന ഇടങ്കയ്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചതോടെ കാംബ്ലിക്ക് ഏകദിന ടീമിലേക്ക് അവസരങ്ങൾ കുറഞ്ഞു വന്നു. 2000-ൽ യുവതാരങ്ങൾ ടീമിലെത്തിയതോടെ കാംബ്ലിക്ക് പുറത്തേക്കുള്ള വഴിയും തെളിഞ്ഞു. സമകാലികരായ സച്ചിനും ദ്രാവിഡും ഗാംഗുലിയും അടക്കമുള്ള താരങ്ങൾ കളിക്കളത്തിൽ കഠിനാധ്വാനം ചെയ്തപ്പോൾ കുത്തഴിഞ്ഞ ജീവിതമാണ് മൈതാനത്തിന് പുറത്ത് കാംബ്ലിക്കുണ്ടായിരുന്നത്. എന്നാൽ ഔട്ട് ഓഫ് ഫോം എന്ന അവസ്ഥയിലേക്ക് കാംബ്ലി എത്തിയപ്പോഴും ചിട്ടയില്ലാത്ത ജീവിതം നയിച്ചപ്പോഴും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനോ തിരുത്താനോ ശ്രമിക്കാതിരുന്ന സെലക്ടർമാരും സഹതാരങ്ങളും ഒക്കെ ഒരു തരത്തിൽ കുറ്റക്കാരാണെന്ന് പറയാം. ആരെങ്കിലും തിരുത്താൻ ഉണ്ടായിരുന്നെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ എന്ന പദവിക്ക് വിനോദ് കാംബ്ലി അർഹനാകുമായിരുന്നു. വിനോദ് കാംബ്ലിക്ക് തന്റെ 23ാം വയസ്സിൽ അവസാന ടെസ്റ്റ് കളിക്കേണ്ടി വന്നു. കാംബ്ലിയുടെ ജീവചരിത്രത്തിന് കുനാൽ പുരന്തരെ നൽകിയ പേരും അതായിരുന്നു, ദ ലോസ്റ്റ് ഹീറോ. വിനോദ് കാംബ്ലിയുടെ ജീവിതം എന്താണെന്ന് വ്യക്തമായി പറയുന്നതാണ് ആ പേര്.